ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ DC ബുക്സിനെതിരെ കടുത്ത വിമർശനവുമായി ഹൈക്കോടതി. എഴുത്തുകാരന്റെ അനുമതിയില്ലാതെ പുസ്തകം പ്രസിദ്ധീകരണത്തിന് നൽകിയതിൽ DC ബുക്സിനും എഡിറ്റോറിയലിനും പിഴവ് പറ്റിയെന്ന് കോടതി. എഴുത്തുകാരനെ മാനസികമായി ബുദ്ധിമുട്ടിക്കാനും അപമാനിക്കാനുമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും കോടതിയുടെ വിമർശനം. DC ബുക്സ് സീനിയർ ഡെപ്യൂട്ടി എഡിറ്റർ AV ശ്രീകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഹൈക്കോടതിയുടെ വിമർശനം. ശ്യാം ദേവരാജ് നൽകും വിശദാംശങ്ങൾ. ശ്യാം, രൂക്ഷമായ വിമർശനമാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? സുധി, ഇ പി ജയരാജന്റെ ആത്മഹത്യാ വിവാദം വളരെ വലിയ വിവാദമായതാണ്, ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഈ കാര്യത്തിൽ DC ബുക്സിനെതിരെ കേസടക്കം പോലീസ് എടുക്കുകയും ചെയ്തിരുന്നു. ഇ പി ജയരാജന്റെ പരാതി അനുസരിച്ചാണ് കോട്ടയം ഈസ്റ്റ് പോലീസ് കേസെടുത്തത്. ഇതിലാണ് DC ബുക്സിന്റെ സീനിയർ ഡെപ്യൂട്ടി എഡിറ്റർ AV ശ്രീകുമാർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് ഹൈക്കോടതി അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം DC ബുക്സിനെതിരെ ഉന്നയിക്കുകയും ചെയ്യുന്നത്. എഴുത്തുകാരന്റെ അനുമതിയില്ലാതെയല്ലേ ആത്മകഥയുടെ തലക്കെട്ട് തയ്യാറാക്കിയതെന്നാണ് ഒന്നാമതായി ചോദിച്ച ചോദ്യം. മറ്റൊന്ന്, അനുമതിയില്ലാതെയല്ലേ പുസ്തകം പ്രസിദ്ധീകരണത്തിന് നൽകിയത് എന്ന കാര്യവും കൂടി AV ശ്രീകുമാറിനോട് DC ബുക്സിനോട് ഹൈക്കോടതി ചോദിക്കുകയും ചെയ്തു. എഴുത്തുകാരനെ മാനസികമായി ബുദ്ധിമുട്ടിക്കാനും അപമാനിക്കാനുമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും ഹൈക്കോടതി ഒരു ഘട്ടത്തിൽ നിരീക്ഷിക്കുകയും ചെയ്തു. എഴുത്തുകാരൻ്റെ അനുമതിയില്ലാതെ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം പുറത്തുവിട്ട DC ബുക്സിൻ്റെ നടപടി ശരിയാണോ എന്ന കാര്യവും കൂടി ഹൈക്കോടതി കടുത്ത ഭാഷയിൽ തന്നെ DC ബുക്സിനോട് ചോദിച്ചു. ഉപതെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ചെയ്തത് എന്തിനാണ് എന്നായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ മറ്റൊരു ചോദ്യം. എഴുത്തുകാരൻ പ്രസിദ്ധീകരിക്കാൻ അനുമതി നൽകാതെ പുസ്തകത്തിന്റെ ഉള്ളടക്കം എങ്ങനെ പുറത്തുവിടാനാകും എന്ന കാര്യവും കൂടി ഹൈക്കോടതി ചോദിച്ചു. ഇത് സംബന്ധിച്ച കരാർ നിങ്ങൾ തമ്മിലുണ്ടോ എന്ന് ഹൈക്കോടതി ചോദിക്കുന്നു. കരാർ ഇല്ല എന്ന കാര്യം വ്യക്തമാണല്ലോ എന്നും ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. എഴുത്തുകാരനെ അപമാനിച്ചു വന്നത് വസ്തുതയാണ് ബുക്സിനെതിരെ കടുത്ത വിമർശനമാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകിയത്.